എല്ലാവർക്കും സലുക്കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മൈക്രോവേവിലുള്ള 2 മഗ് കേക്കാണ്. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഞാൻ ആപ്പിൾ ആൻഡ് ക്യാരറ്റ് കേക്കും മറ്റേതിൽ ചോക്ലേറ്റ് കേക്കുമാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഈ ആപ്പിൾ ആൻഡ് ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദ മാവും പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാര ഈ ഓരോ കപ്പിലും ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കും. അത് ഞാൻ 1 നുള്ള്, അതായത് കണ്ടില്ലേ, ഇത്ര മാത്രമേ ഞാൻ ഈ ഓരോ കപ്പിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതായത് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ ചോക്ലേറ്റിൻ്റെ കൂട്ടും ഒക്കെ മിക്സ് ആകത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഈ കപ്പിലുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മൈദാമാവും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വീതം ബട്ടർ നമ്മൾ ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ബട്ടർ വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് പാല് വേണം. 3 ടേബിൾ സ്പൂൺ വീതം പാല് ഞാൻ ഈ ഓരോ കപ്പിലും ഒഴിച്ചു കൊടുക്കും. പാലും നമ്മളുടെ റൂം ടെമ്പറേച്ചർ മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ആപ്പിളും ക്യാരറ്റും ഉള്ളതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് സ്ട്രോബെറിയുടെ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ശരിക്കും സ്ട്രോബെറിയുടെ ഒരു കളറും സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ സംഗതി. ഇപ്പോൾ മൈക്രോവേവ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വെറും 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്യാനാണെങ്കിൽ അധികം സമയവും വേണ്ട. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ച കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ആപ്പിളും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ എല്ലായിടത്തും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് മൈക്രോവേവിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി കേക്കാണ് കേട്ടോ. ഇനി ഞാൻ 2 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ സാധാരണ ചൂടാക്കാനൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് അതൊന്നും വയ്ക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഓവൻ ഓപ്പൺ ചെയ്യാണ്. നമ്മളുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം, അതല്ല തണുപ്പിച്ച് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിന് മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് അലങ്കരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സിൽവർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മഗ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മളുടെ സലുക്കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലുക്കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. കണ്ടോ, അടിപൊളി കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.